ഉഷാറല്ലേ? സന്തോഷമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? ഒരു നമ്മളെ റേഷൻ കടയുള്ള മട്ടേരി പൊടിച്ച പൊടി കൊണ്ട് നമുക്ക് ഒരു അട ഉണ്ടാക്കാം. അട പിന്നെ ഇലയട ഉണ്ടാക്കാം, പിന്നെ ഒരു കുമ്പിളപ്പം ഉണ്ടാക്കാം. അപ്പോൾ ആ രണ്ട് കാര്യവും ഞാൻ നിങ്ങളെ ചെയ്ത് കാട്ടിത്തരാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അതിനായിട്ട് നമ്മളെന്താ ചെയ്യുന്നത്? അതിനായിട്ട് ഞാൻ ഒരു 200 ശർക്കര എടുത്തിട്ട് 4-5 ആണി ശർക്കര എടുത്തിട്ട് ഉരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, ഒരു മുറി തേങ്ങ എടുത്ത് ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 ഏലക്കായും ഇത്തിരി ജീരകം കൂടി ഞാൻ പൊടിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്കൊന്ന് പിന്നെ എന്താക്കി എടുക്കാം. ഈ ശർക്കര പാനിയിൽ തേങ്ങ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ടൈറ്റാക്കി എടുക്കാം. പിന്നെ ശർക്കര അതേപോലെ കുത്തി പൊടിച്ചിട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ കല്ലുണ്ടാവും, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താലാണ് നല്ല റെഡിയാകുക. അപ്പോൾ ഞാനതിൽ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ ഏലക്കായും ജീരകവും കൂടി പൊടിച്ചത് ഞാനിതിലിടുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വരെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് നിങ്ങൾക്ക് ഏലക്കായി മാത്രം മതിയെങ്കിൽ അത് മാത്രം ഇടാം, ജീരകം മാത്രം മതിയെങ്കിൽ അത് മാത്രം ഇടാം. നിങ്ങളുടെ ടേസ്റ്റ് പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് വറ്റിച്ച് പിന്നെ റെഡിയാക്കി ഒന്ന് ടൈറ്റാക്കി എടുക്കട്ടെ. നമ്മളെ ശർക്കര ഇതാ ഇവിടെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം ഒന്ന് ടൈറ്റാക്കി ഒന്ന് വറ്റുന്നവരെ ഒന്ന് ടൈറ്റാക്കി റെഡിയാക്കി കൊടുക്കാം. അപ്പം നമ്മളെ ശർക്കര ഇവിടെ വറ്റി റെഡിയായി പാകമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരിത്തിരി ചെറിയുള്ളി 2-3 ചെറിയുള്ളി അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഇട്ടൊന്ന് ഇളക്കി അങ്ങ് ഇറക്കിക്കാളെ. ഒരു ഗ്ലാസ് പിന്നെ പൊടി എടുത്തിട്ട് നമ്മൾ ഒരു ഗ്ലാസ് റേഷൻ പൊടിയിലെ പിന്നെ അരിയില്ലേ, മട്ടയരിയില്ലേ, അത് പൊടിച്ച പൊടിയാണ്. അത് ഞാൻ നല്ലോണം കഴുകി ഊറ്റിയിട്ട് അന്നേരം തന്നെ മില്ലിൽ കൊടുത്തയച്ച് പൊടിച്ച് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച പൊടിയാണ്. ആ പൊടിയാണ് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തത്. ഇത് വറുത്തിട്ടൊന്നും ഇല്ല കേട്ടോ, അതേപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ 5 കിലോനൊക്കെ പൊടിച്ച് കൊണ്ടുവന്ന് അതേപോലെ വെക്കലാണ്. അതിന് അങ്ങനെ എടുക്കലാണ്. അപ്പോൾ പത്തിരി ചൂടാനും പിന്നെ അതുപോലെ തന്നെ നെയ്പ്പത്തിരി ചൂടാനും എല്ലാത്തിനും ഞാനിത് എടുക്കലുണ്ട്. അരച്ചിട്ട് നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്നുണ്ട്, ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാട്ടിത്തരാം. അപ്പോൾ ഞാൻ മട്ടരിയാണ് എടുത്തത്. അപ്പോൾ ഇതിൽ ഞാൻ ശകലം ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുഴച്ച് കളയും. ഇതിൽ ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കുഴയ്ക്കുന്നത്. പച്ചവെള്ളം കേട്ടോ അത്. പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് നമുക്ക് എന്താക്കാം, പിന്നെ ഇലടയും കുമ്പിളപ്പവും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ കുമ്പിളപ്പത്തിന് നിങ്ങൾക്കറിയാം ലേശം ലൂസാവണ്ടേ മാവ്. ലൂസ് വേണ്ട, എന്നാലും പത്തിരിക്ക് നമ്മൾ എടുക്കുന്ന രീതിയിലല്ലല്ലോ വേണ്ടത്. അപ്പോൾ നല്ലോണം കുഴച്ച് കൊടുക്കണം, ഒന്ന് സെറ്റ് ആവണേ. പൊടി ഒന്ന് സെറ്റ് ആവണമെങ്കിൽ ഇത്തിരി നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കണം കേട്ടോ. മട്ടരിൻ്റെ റേഷൻ പൊടിയുടെ മട്ടരിയാണ് ഇത്. അത് പൊടിച്ച് കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ പച്ചവെള്ളം പാർന്നാണ് കേട്ടോ കുഴയ്ക്കുന്നത്. പിന്നെ അത് പുതിർത്തി പൊടിക്കുന്നതല്ല. പിന്നെ പക്ഷേ ഇത് അരച്ചിട്ടും നമുക്ക് ഉണ്ടാക്കട്ടോ, അരച്ചിട്ടും ചൂടാട്ടോ. അരച്ചിട്ടൊക്കെ എൻ്റെ വല്യമ്മൊക്കെ ചെറുപ്പകാലത്ത് അരച്ചിട്ടൊക്കെ അങ്ങനെ ചുടുന്ന ഉണങ്ങലരി, പിന്നെ ഉണങ്ങലരി കൊണ്ടും പിന്നെ ചെറിയ പൊടിയരി പിന്നെ നെല്ലുത്തരി കൊണ്ടൊക്കെ ചുടുന്നെങ്കിൽ പിന്നെ അറിയാൻ ചുടിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വല്യമ്മാൻ ഓർമ്മ വരികയാണിത്. കാരണം അന്നൊക്കെ പറമ്പെന്ന് നെല്ല് കൊയ്ത് കൊണ്ടുപോയിട്ട് പിന്നെ ഉണക്കി കുത്തി പൊടിച്ചിട്ട് അതുകൊണ്ടാണല്ലോ ഓരോ കന്ന് ഉണ്ടാക്കിയാൽ തരിക നമുക്ക് മക്കൾക്ക്. അപ്പോൾ അങ്ങനെ എനിക്ക് വല്യമ്മാൻ ഓർമ്മ വരുന്നു. വല്യമ്മ മരിച്ചുപോയി, വല്യമ്മമാർ 2 മരിച്ചുപോയി. അപ്പോൾ വല്യമ്മൻ ഓർമ്മ വരികയാണിത് കാണുമ്പോൾ എനിക്ക്. പിന്നെ കുമ്പിളപ്പം ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ ഈ കുഴച്ച് കേട്ടോ, ഇത് മാത്രമേ. അപ്പോൾ പിന്നെ ഇത് നല്ലോണം കുഴച്ച് കുറേ നല്ല വൃത്തിയായിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്. ലൂസാണ് കേട്ടോ പൊടി, ടൈറ്റില്ല, ലൂസായിട്ടാണ് കുഴച്ചത്. കുമ്പിളപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ പൊടി അങ്ങനെ ലൂസാക്കി കുഴച്ചത്. അത് കുമ്പിളപ്പത്തിന് ഞാൻ എടുക്കുന്ന ഇല നിങ്ങൾ കണ്ടോ, ഇത് എടനേൻ്റെ ഇലയാണ്. എടന എന്നാണ് എൻ്റെ ഒരു വല്യമ്മ പറയുക, ഒരു വല്യമ്മ പറയും എലമങ്ങം എന്നാണ് പറയുക. അപ്പം ഞാൻ പിന്നെ ഇത് നല്ലോണം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പൊടി ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ എല്ലാവരുടെയും ഇങ്ങനെ കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് ഇത് കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചത്. അപ്പോൾ ഇതുണ്ട് ഞാൻ റെഡിയാക്കുന്ന കാണിച്ചത്. പിന്നെ ഈ ഇടലേൻ്റെ ഇലയാണ് ഞാൻ എടുത്തത്.
പിന്നെ അപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ വലിയമ്മമാർ രണ്ടാളും 2 ജില്ലക്കാരാണ്. അപ്പോൾ അവർ രണ്ടാളും 2 സൈസിലാണ് പറയുക. അതാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ഒന്ന് ഇടനര പറയുക, ഒന്ന് വിലമങ്ങ എന്നാണ് പറയുക. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, അതിങ്ങനെ പിന്നെ ഇങ്ങനെയാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പിന്നെ ഇങ്ങനെയാലും വേണ്ടിയില്ല, എങ്ങനെയാലും ഇത് ഇങ്ങനെ കുമ്പിൾ പോലെ നമുക്ക് കുത്തിയെടുക്കാം. ഒരു കഷ്ണം ഈർക്കലെടുത്തിട്ട് നമുക്കിത് കുത്തിയെടുക്കാം. കണ്ടില്ലേ, കുത്തിയെടുത്താൽ മതി. കണ്ടോ, ഒന്നുകൂടി ഞാൻ കാട്ടിത്തരാം. ഇങ്ങനെ പിടിച്ചിട്ട് നല്ലോണം ഇതിൻ്റെ അടിഭാഗവും മുളകൊക്കെ ശരിക്കും കഴുകണം കേട്ടോ. ഇപ്പം എല്ലാ സാധനത്തിൻ്റെ മുകളിലും വെള്ളപ്പാറ്റയാണ്. അപ്പോൾ വെള്ളപ്പാറ്റ നിറയെ പിന്നെ ഇതാ കണ്ടോ, ഇങ്ങനെ പിടിച്ചാലും മതി. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയാലും മതി. കണ്ടോ, ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കുത്തിയെടുക്കാം കേട്ടോ. അങ്ങനെ കുത്തിയെടുത്തിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് അപ്പം ഉണ്ടാക്കുന്ന ഇലയാണ്. അപ്പം ഉണ്ടാക്കാൻ ഇത് ഈ ഇലൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിനുണ്ടാകുക. നല്ല അടിപൊളി രസമാണ്. അപ്പോൾ അതിന് അത് എൻ്റെ വീടിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. എൻ്റെ വാർപ്പിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പറിക്കാൻ പറ്റുന്ന സാധനമാണിത്. അതുകൊണ്ട് ഞാനിത് പറിച്ച് കൊണ്ടുപോകുന്നതാണ് ഇങ്ങനെ കാട്ടിത്തരാൻ വേണ്ടി. അപ്പം നമ്മൾ ഈ കുമ്പളപ്പം ഉണ്ടാക്കൽ ഇതിലാണ്, ഈ ഇലയിലാണ് ഉണ്ടാക്കൽ. ഇതില്ല വെച്ചാൽ ഞങ്ങൾക്ക് പ്ലാവിൻ്റെ ഇലയിലും ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് തന്നെ എടുത്തത്. അപ്പം ഞാൻ പിന്നെ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കുത്തുന്ന നിങ്ങൾ പഠിച്ചില്ലേ, പിന്നെ അതായത് ഇല എടുക്കുക, ഇങ്ങനെ പിടിച്ചാലും മതി. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കളഞ്ഞാൽ മതി. ഇങ്ങനെ ആക്കിയിട്ട് ഇല എടുത്ത് പിന്നെ ഈർക്കലെടുത്തിട്ട് കുത്തിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ കുത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ഇത് നിറച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് ഞാൻ ശർക്കരയും തേങ്ങയും കൂടി റെഡിയാക്കി വെച്ചതാണ്. പിന്നെ ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. ഏകദേശം ശർക്കര പാനിയാക്കി എടുത്തതിന് ശേഷം അത് പിന്നെ ടൈറ്റാക്കി വെച്ച് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തിരി വെള്ളം എടുക്കാം. വെള്ളം എടുത്തിട്ട് പിന്നെ ഈ വെള്ളം എടുത്തിട്ട് ഇതിൽ ഞാനൊരു ഒരു ചെറിയ ടീസ്പൂണിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ശർക്കര തേങ്ങയൊക്കെ റെഡിയാക്കിയതിൽ ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു തുള്ളി പിന്നെ ടീസ്പൂണിൽ നെയ്യ് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വെള്ളത്തിൽ ഒന്ന് കൈ കുത്തിയിട്ട് ഈ പൊടി കുറച്ച് എടുത്തിട്ട് നമുക്ക് എന്താക്കാം, ഇതിലേക്ക് ഇട്ടിട്ട് കണ്ടില്ലേ, അങ്ങനെ ഇട്ട പിന്നെ ഈ വെള്ളത്തിലൊന്ന് കൈ കുത്തിയിട്ട് നമുക്ക് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അങ്ങനെ ആക്കി കൊടുത്താൽ കണ്ടില്ലേ, അങ്ങനെ ആക്കി കൊടുത്താൽ മതി. വെള്ളത്തിലൊന്ന് കൈ കുത്തണം കേട്ടോ. വെള്ളത്തിൽ അങ്ങനെ കൈ കുത്തിയതിന് ശേഷം അങ്ങനെ ആക്കി കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം, ഇത് കുറച്ചെടുത്തിട്ട് ഇത് കുറച്ച് ശർക്കരൻ്റെ തേങ്ങയും ശർക്കരയും കൂടി ഇതൊക്കെ റെഡിയാക്കി വെച്ച മസാല നമുക്ക് കുറച്ചെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം, അതിങ്ങനെ ആക്കി വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇനി പോരെങ്കിലും ഒരു ശകലം പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ട് നന്നാക്കി ഇത് റെഡിയാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കത്രിക എടുത്തിട്ട് ഇത് ഒന്ന് വെട്ടി കൊടുക്കാം. അപ്പം കണ്ടില്ലേ, ഇതേപോലെ കേട്ടോ, ഇതേപോലെ ഒന്ന് റെഡിയാക്കി വൃത്തിയാക്കി നമുക്ക് വെക്കാം. മനസ്സിലായില്ലേ? നല്ല അടച്ച് നിൽക്കണം, അല്ലാണ്ട് പൊട്ടിയിട്ട് ഒലിച്ച് പോവും. ശർക്കര ഉരുകുമ്പോൾ ടൈറ്റായ ശർക്കരയൊക്കെ അങ്ങ് ഒലിച്ച് പോരും. അപ്പം നമുക്ക് അങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിതാ പിന്നെ നമ്മൾ സാധാ പത്തിരിക്ക് വയ്ക്കുമ്പോൾ തന്നെ പച്ചവെള്ളത്തിൽ കുഴച്ചതാണ്. മറ്റേ കുമ്പളപ്പത്തിന് ഞാൻ ഏശം ഒന്ന് ലൂസാക്കിയിട്ടുണ്ട്. പിന്നെ ശകലം ലൂസാക്കിയിട്ടുള്ളൂ. പത്തിനേക്കാളും ശകലവും കൂടി ഒന്ന് പിന്നെ തുള്ളി വെള്ളം കൂടിയും കൂട്ടിയിട്ട് ഒന്ന് ലൂസാക്കി കുഴച്ചതാണ്. അപ്പോൾ ഞാൻ ഇത് രണ്ടാമത് പത്തിരിൻ്റെ സാധാ നമ്മൾ പത്തിരിക്ക് വയ്ക്കുമ്പോൾ തന്നെ പത്തിരി കുഴച്ചെടുത്താണ്. പിന്നെ അപ്പം ഞാനിത് എന്ത് ചെയ്യാം, പിന്നെ പച്ചവെള്ളത്തിൽ പിന്നെ ഉപ്പിട്ട് കുഴച്ചെടുത്ത പൊടികൾ കണ്ട പൊടിയാണിത്. അപ്പോൾ ഈ പൊടി കൊണ്ട് നമുക്ക് എന്താക്കാം, അട ഉണ്ടാക്കാം. ഇലയിൽ വെച്ചിട്ട് അട ഉണ്ടാക്കാം. അതിന് ഞാൻ ഒരു പ്രസ് എടുത്തിട്ടുണ്ട്. പ്രസ്സിൻ്റെ മുകളിൽ നമുക്ക് എന്താക്കാം, ചെറുതാക്കി പ്രസ്സിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് അമർത്തി കൊടുക്കാം. അമർത്തി കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇല നല്ലോണം കഴുകി തുടച്ച് വെച്ച് ഇലയാണ്. ഈ ഇലയിൽ വെച്ചിട്ട് നമുക്കിതെന്താക്കാം, ഇതെടുത്തിട്ട് ഈ ഇലയിൽ വെക്കാം. ഈ ഇലയിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മസാല ഇതിൽ വെച്ചിട്ട് നമുക്ക് എന്താക്കാം, ഇത് മടക്കി കണ്ടല്ലേ. അപ്പം ഇതുണ്ടോ, നല്ലോണം മടങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതല്ല ഇതിൽ വെച്ചിട്ട് നമുക്ക് ഈ ആവിയിൽ ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം.
ഒരുപാട് വലിപ്പം വേണ്ട, പാകത്തിന് മതി. ഇവിടെ എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അല്ലേ മസാല വെച്ചിട്ട് നമുക്ക് മടക്കി. ഇതെല്ലാം ഞാൻ വാട്ടിയിട്ടൊന്നുമില്ല. കൊണ്ട് പിന്നെ തളിര ഇലയായിരുന്നു, ഇളയ ഇലയായിരുന്നു, അതുകൊണ്ട് വാട്ടിയിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ അപ്പം കുമ്പിളപ്പം ഞാൻ ഇങ്ങ് കാട്ടിത്തന്ന്, ഇലയുടെ ഇങ്ങ് കാട്ടിത്തന്ന്. മൂന്നാമത് ഞാൻ ഈ ബാക്കിയുള്ള മസാലയിലേക്ക് ഞാൻ ഒരു ചെറിയ കായ് നേന്ത്രപ്പഴം പഴുത്തത് മുറിച്ചിട്ട് ഞാൻ നല്ല ഇളക്കിയതാണ്. ഇനി നമുക്ക് അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടും നമുക്ക് എന്താക്കാം, അട ഉണ്ടാക്കാം. അപ്പം 3 തരം അടയാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാട്ടിത്തരുന്നത്. ഒന്ന് കുമ്പിളപ്പാണ്, ഒന്ന് ഒരു ഇലയിൽ വെച്ചിട്ടുള്ള അടയാണ്, ഒന്ന് പഴം ഇട്ടിട്ടുള്ള അടയാണ്. അപ്പം 3 തരം അടയാണ് കാട്ടിത്തരുന്നത്. അപ്പോൾ ഇതിനെന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൽ ഞാൻ ഈ ചെറിയ കഷ്ണം ഒരു ചെറിയ പഴം ഞാൻ ഇതിലേക്ക് മുറിച്ചിട്ട് നേരത്തെ ഞാൻ കാട്ടിത്തന്ന മസാലയിലേക്ക് മുറിച്ചിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത്. അതിന് ഞാൻ അതേപോലെ തന്നെ പത്തിരി പരത്തിയിട്ടുണ്ട്. പത്തിരി പരത്തിയിട്ട് ഞാൻ എന്താ ഈ ഇലയിൽ വെച്ച് അതിന് ശേഷം വലുപ്പത്തിൽ പത്തിരി ആയിക്കോട്ടെ. എന്നിട്ട് എന്ത് ചെയ്ത് ഒക്കെ നമ്മൾ ആവിയിലാണ് കേട്ടോ അത് വേവിക്കുന്നത്. ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പം നമുക്ക് ഇത് ഞാൻ ശേഷം ഇത്തിരി വലുപ്പത്തിലാണ് ഇതാക്കിയത് കേട്ടോ. പഴം ആയതുകൊണ്ട് ഇത്തിരി വലുപ്പത്തിലാണ് ആക്കിയത്. നമുക്ക് ഇത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ശേഷം മേലോട്ടാക്കി, പഴം ആയതുകൊണ്ട് നമ്മൾ തല തിരിച്ച് വെച്ച് കൊടുക്കണം, താത്തി വെച്ച് കൊടുക്കരുത്. തല തിരിച്ച് വെച്ച് കൊടുക്കുമ്പോൾ അത് പൊട്ടി വെച്ച് പോവില്ല. പഴം ഉള്ളത് കൊണ്ട് കൂടുതൽ ഉണ്ടാകുമല്ലോ. നമുക്കിതിൽ ഇത്തിരി എണ്ണയും വറ്റി കൊടുക്കാം. പിന്നെ എണ്ണ ഞാൻ തുള്ളി വെളിച്ചെണ്ണയാണ് എടുത്തത്, പക്ഷേ നെയ്യ് വറ്റി കൊടുത്താൽ നല്ലതാണ്. നെയ്യാണ് ഞാൻ വറ്റി കൊടുക്കൽ സാധാ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഉറച്ച് കിടക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് എടുത്തൂടായിട്ടാണ് എടുക്കാത്തത്. അപ്പോൾ ഞാൻ തുള്ളി വെളിച്ചെണ്ണ ആക്കിയത്, നെയ്യ് വറ്റി കൊടുത്താൽ നല്ലത്. ഇങ്ങനെ പുറത്തേക്ക് ഉണ്ടാകണ്ട. പിന്നെ അത് നമുക്ക് പിന്നെ എന്താക്കാം, ഇങ്ങനെ താത്തി വെച്ച് കൊടുക്കാതെ നമുക്ക് ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കുമ്പിളപ്പവും ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഞാൻ ഒരു പാട്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട് പാത്രത്തിൽ. ഒരു പാട്ട വെള്ളം ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഇതൊക്കെ എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ അടുപ്പത്ത് വെച്ചതാണ്. അപ്പോൾ എന്താണ് ഇത് ഒരു 15 മിനിറ്റ് ഇത് വേവട്ടെ. ഒരു 15 മിനിറ്റ് വെന്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ അടയും തുറന്നു നോക്കാം. ഓ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റോളം ഞാൻ വെച്ചതാണ്. ഇപ്പോൾ 7 ഈർക്കലോണ്ട് കുത്തി റെഡി ആയിട്ടുണ്ട്. കുത്തി നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മൾ പത്തിരി പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നതല്ലേ, നേർമയല്ലേ, അതുകൊണ്ട് വേമ്പോ നമുക്ക് എന്താക്കാം തുറന്നേക്കാം അല്ലേ. അപ്പോൾ നമ്മളെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം നമ്മൾ പഴം ഇട്ടിട്ടുള്ള അടയായിരുന്നത്, പഴം ഇട്ടിട്ടുള്ള അടയാണിത്. ഞാൻ മുറിക്കുകയാണേ, എന്താ പഴം ഇട്ട അടയാണിത്. ഇനി അടുത്തത് ഇതാ തേങ്ങയും പിന്നെ ശർക്കരയും എല്ലാം കൂടി മസാല ആക്കി റെഡിയാക്കിയിട്ട് അത് മാത്രമുള്ള അടയാണിത്. മനസ്സിലായില്ലേ? പഴമല്ലാതെ ഇത് പഴമല്ലാത്ത അടയാണേ. അപ്പം നമുക്ക് എന്താണ് ഇപ്പം ഞാൻ ഇതിൽ പറയുന്നത്, പിന്നെ റേഷൻ പീടികയിലെ മട്ട അരിയോട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്നാണ് ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ഇതാ കുമ്പിളപ്പാണ്. ഇത് ഞാൻ ഇടനേൻ്റെ ഇലയിലാണ് ഉണ്ടാക്കിയത്. ഇത് ഇലയിൽ നിങ്ങളെ എണ്ണ പറ്റി കൊടുക്കണം കേട്ടോ. അത് ഓരോ ഇലയിൽ എന്നോട് എണ്ണ പറ്റാൻ മറന്നു വയ്ക്കി. എണ്ണ പിന്നെ നെയ്യ് പറ്റി കൊടുത്താൽ നല്ല രസം ഉണ്ടാവും. നെയ്യ് പറ്റി കൊടുക്കുക. അപ്പോൾ അതാ 3 തരം അടപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. റേഷൻ പീടികയിലെ മട്ട അരിൻ്റെ പിന്നെ അരി പൊടിച്ച പത്തിരിക്ക് പൊടിച്ച പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പം നമ്മൾ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ അട ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ വല്യമ്മമാരെയാണ് ഓർമ്മ വരുന്നത്. പണ്ട് കാലത്തോലും ഇങ്ങനെ ഉണങ്ങൽ അരിയൊക്കെ കുത്തിയിട്ടും പൊടിച്ചിട്ടും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു ചുവന്ന അടയായിട്ടാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ നിങ്ങൾ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് വെച്ചാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അമ്മൻ്റെ എല്ലാട തിന്നോണ്ടിരിക്കുകയാണ് വൈകുന്നേരത്തെ ചായക്ക്. അടിപൊളി ഉണ്ട്.
അമ്മ ഉണ്ടാക്കിയോണ്ട് പറയല്ല, കിടിലൻ സാധനം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങിൻ്റെയൊക്കെ ആ ഒരു നീരുണ്ടല്ലോ, അതിങ്ങനെ ആ പൊടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് അതിൻ്റെ 2 ടേസ്റ്റും കൂടി ഇങ്ങനെ മിക്സായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, സത്യമായിട്ടും അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം എന്നാണ്